ഹായ്, അങ്ങനെ നമ്മൾ പള്ളിച്ചട്ടമ്പി സിനിമ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണി അങ്ങയുടെ ഒരു ഡയറക്ഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ടൊവിനോ തോമസ്, സിദ്ദീഖ്, കൈതു, വിജയരാഘവൻ, പിന്നെ അതുപോലെ പൃഥ്വിരാജ്, ബാബുരാജ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഏകദേശം ഒരു 2 മണിക്കൂറുണ്ട്. ഈ സിനിമ OTT വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ ഒരു 2 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സിനിമ. ഭയങ്കര നമുക്കൊരു ത്രില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഒക്കെ ഒരു അഭിനയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ട് തോന്നിയിട്ടുള്ളൊരു അഭിനയം നമ്മുടെ പൃഥ്വിരാജിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങേർക്ക് കൊടുത്തിട്ടുള്ള ആ റോള് ശരിക്കും ഒരു ആക്റ്റബിൾ ആയിട്ടുള്ളൊരു റോളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങയുടെ ചില സീനുകളൊക്കെ കാണിക്കുമ്പോൾ, അങ്ങേർക്ക് കൊടുത്തിട്ടുള്ള ചില സീനുകളൊക്കെ കാണിക്കുമ്പോൾ ഈ KGF-ൽ നിന്നും കട്ടെടുത്തിട്ടുള്ള കുറേ സീനുകളൊക്കെ ഇതിൽ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ച പോലെ തോന്നുന്നു. അതായത് ഒരു ജന്മി എന്താണ് കുഞ്ഞമ്പൂ നായരോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു അങ്ങയുടെ ഇത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ടൊവിനോ തോമസിന് കൊടുത്തിട്ടുള്ളത് കൃഷ്ണൻപിള്ള, സഖാവ് കൃഷ്ണൻപിള്ള. പിന്നെ അതുപോലെ അവിടെ ലേഡി ക്യാരക്ടർ കൊടുത്തിട്ടുള്ള നമ്മുടെ കൈതുന് കൊടുത്തിട്ടുള്ളതും നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ളൊരു സീനുകൾ തോന്നുന്നത് പൃഥ്വിരാജിന് കൊടുത്തിട്ടുള്ള പല സീനുകളും എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ കഥയാണെങ്കിലും നല്ല രസമുള്ളൊരു കഥയാണ്. അപ്പോൾ അതായത് രാഷ്ട്രീയക്കാർ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നം, രാഷ്ട്രീയക്കാരും ഒരു മതവും, അതായത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉമ്മൻചാണ്ടിയെ ഇതിൽ കാണിക്കുന്നുണ്ട്. ചെറുപ്പത്തിലുള്ള ഉമ്മൻചാണ്ടീനെ ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതൊരു നൈസായിട്ടുള്ളൊരു സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു രാഷ്ട്രീയമൊന്നും അല്ല, അതായത് രാഷ്ട്രീയത്തിനെതിരായിട്ട് നിൽക്കുന്നവരും രാഷ്ട്രീയക്കാരും തമ്മിൽ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതായത് ഒരു ഗ്രാമത്തിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നും നോക്കാതെ ഇറങ്ങുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോഴുണ്ട്. അതായത് സ്വന്തം നാടിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ വേണ്ടിയുള്ള ജീവൻ കളഞ്ഞ് നമുക്ക് സംരക്ഷണം നൽകാവുന്ന ഒരുപാട് ക്യാരക്ടറുകളൊക്കെ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ നല്ല നല്ല വശങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടൊവിനോ തോമസിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടറൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കൈതുവിന് കൊടുത്തിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൈതുവിൻ്റെ ഒരു ലിപ്പ് മൂവ്മെൻറ്റിന് മാത്രമാണ് ചെറിയൊരു ഇഷ്യൂ വരുന്നത്. ആ ഒരു മലയാളത്തിലോട്ട് വരുന്ന സമയത്ത് ചെറിയൊരു ഫോൾട്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഡയറക്ടർ നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാണെങ്കിലും കുറച്ച് സമയമേ കൊടുത്തിട്ടുള്ളൂ, മൂപ്പരൊരു വെടിവെപ്പിൽ തീർക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് വില്ലൻ ക്യാരക്ടറായിട്ട് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. അങ്ങേർക്കാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു റോള് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ആക്ട്രസുകളും കുറേ അഭിനയിച്ചിട്ടുണ്ട്. അവരും ഒരുവിധം നല്ലൊരു എന്താ പറയുക, അവരുടെ പരമാവധി കഴിവുകളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാബുരാജിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. ബാബുരാജിന് നല്ലൊരു ക്യാരക്ടറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ലാസ്റ്റിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഒരു ക്യാരക്ടർ അതോടെ തീർന്ന് കാണുമെന്ന് വിചാരിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിൽ മാത്രമാണ് ബാബുരാജിനെ കാണിക്കുന്നത്. ഫസ്റ്റിലത്തെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ മാത്രം കാണിക്കുന്നത്. അതിലിടക്ക് പിന്നെ ആശാനെ കാണിക്കുന്നില്ല. അതിലിടക്ക് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ച് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ അവരെ എന്താ പറയുക, രാഷ്ട്രീയക്കാർക്കെതിരെ ഒരു ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടൊവിനോ തോമസിനെ കൊണ്ടുവരുന്നത്. പിന്നെ ആശാനും ഒരു സഖാവായിട്ട് മാറുന്നുണ്ട്. അതായത് കൃഷ്ണൻപിള്ള എന്നായിരുന്നു മൂപ്പരുടെ പേര്. അതായത് ക്രിസ്റ്റഫർ എന്നുള്ള രീതിയിലോട്ട് മാറ്റിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പടം ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മൂവി. പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് സീനുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നരിവേട്ട സിനിമയിലുണ്ട് ഇതുപോലത്തെ ഒരു സോങ്, അതിൻ്റെ ഒരു ഫീലൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ആ ഒരു ലുക്ക് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ടൊവിനോ തോമസിനെയും കാറ്റിനും മുന്നേ നമുക്കടെ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട്. ഈ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയി. ഇതേപോലെ പറ്റടിച്ചത് നല്ല മീശൊക്കെ വെച്ചിട്ട് കുട്ടാപ്പിയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു പേരുള്ള ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല വൃത്തിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്കൊരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. OTT-ലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OTT റിലീസായപ്പോഴാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അപ്പോൾ എത്ര ആൾക്കാർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാണാത്തവർക്ക് ഒരു വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമ തന്നെയാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി വൃത്തിയായേനെ എന്ന് തോന്നുന്ന കുറേ ക്യാരക്ടേഴ്സൊക്കെ ഈ സിനിമയിലുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ OTT-ൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് പോയി കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.